മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനത്തിന് നിർണായകമായ ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. രാത്രിയിലും തുടർന്ന പാലത്തിന്റെ നിർമ്മാണം രാവിലെയാണ് അന്തിമഘട്ടത്തിലെത്തിയത്. കരസേനയുടെ അംഗങ്ങളാണ് പാലം നിർമ്മിച്ചത്. പണി പൂർത്തീകരിച്ച് JCB വരെയുള്ള വാഹനങ്ങൾ ബെയിലി പാലത്തിലൂടെ കടന്നുപോയി. ചൂരൽമലയിൽ ഒരു വശത്ത് കെട്ടിടങ്ങളുള്ളതിനാൽ പാലത്തിന്റെ തൂൺ സ്ഥാപിക്കുന്നതിന് പ്രയാസം നേരിട്ടിരുന്നു. അതാണ് പാലത്തിന്റെ പണി വൈകാൻ കാരണമായത്. പുഴയിൽ പ്ലാറ്റ്ഫോം നിർമ്മിച്ച് പാലത്തിന്റെ ബലമുറപ്പിക്കാനുള്ള തൂണുകൾ സ്ഥാപിക്കാനാണ് സൈന്യത്തിന് പ്രയാസം നേരിട്ടത്. രാവിലെയോടെ പാലം മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തിക്കാനാവുമെന്ന പ്രതീക്ഷയിലായിരുന്നു നിർമ്മാണം. എങ്കിലും ഉച്ചയോടെ മാത്രമേ പാലത്തിന് മുകളിൽ ഇരുമ്പ് തകിടുകൾ വിരിക്കാനായുള്ളൂ. അതിനുശേഷമേ വാഹനങ്ങൾക്ക് ഇതുവഴി മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകാൻ സാധിച്ചുള്ളൂ. അതിനിടെ ബെയിലി പാലത്തിനൊപ്പം പുഴയിലെ ഫുട് ബ്രിഡ്ജ് നിർമ്മിക്കാനും സൈന്യം ശ്രമം തുടങ്ങിയിരുന്നു. ബെയിലി പാലത്തിന് താഴെയായി പുഴയിലാണ് നടന്നു പോകാൻ കഴിയുന്ന പാലം കരസേന നിർമ്മിക്കുന്നത്. 24 ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള പാലം തയ്യാറാകുന്നതോടെ മുണ്ടക്കൈയിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് ഭാരമേറിയ യന്ത്രസാമഗ്രികളും എത്തിക്കാനാകും. നീളം കൂടുതലായതിനാൽ പുഴയ്ക്ക് മധ്യത്തിൽ തൂൺ സ്ഥാപിച്ചാണ് പാലം നിർമ്മിക്കുന്നത്. ഡൽഹിയിൽ നിന്നും ബംഗളൂരുവിൽ നിന്നുമാണ് നിർമ്മാണ സാമഗ്രികൾ എത്തിക്കുന്നത്. കണ്ണൂരിലേക്ക് വിമാനമാർഗം എത്തിക്കുന്ന ഇവർ ട്രക്കുകളിൽ ആണ് വയനാട്ടിൽ കൊണ്ടുപോകുന്നത്. ചൊവ്വാഴ്ച രാത്രിയോടെ ആദ്യ വിമാനത്തിലെത്തിയ സാമഗ്രികൾ ഉപയോഗിച്ചാണ് ഇപ്പോഴുള്ള നിർമ്മാണം നടത്തിയത്. ഇവിടെയുണ്ടായിരുന്ന പാലം മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയതോടെയാണ് മുണ്ടക്കൈ പുറം ലോകത്തു നിന്നും ഒറ്റപ്പെട്ടത്. മരത്തടികളും പലകകളും ചേർത്ത് താൽക്കാലിക പാലം നിർമ്മിച്ചായിരുന്നു ബുധനാഴ്ച രക്ഷാപ്രവർത്തനം നടത്തിയത്. സിറ്റി ന്യൂസ്, കണ്ണൂർ.